പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ഒരു പാവമാണ്. ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. ഇതാരാന്ന് വെച്ചാ ഓ ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. എന്തൊരു ദുഷ്ടനാടോ താനൊരു. ഞാനത് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട്. ഒരു പ്രത്യേക സ്വഭാവ. അവർ മറ്റവങ്ക കിട്ട കാട്ടുന്ന മുഖം വേറെ, അവരുടെ നിജ മുഖം വേറെ. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടല് ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത്